അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇവിടെ നല്ല ഇടിമിന്നലും മഴയൊക്കെ ആയതുകൊണ്ടായിരുന്നു ഓൺലൈനിൽ വോയിസിൽ വരാതിരുന്നത്. എന്തായാലും ഇൻഷാ അല്ലാഹ് അല്പസമയം നമുക്ക് നമ്മുടെ നാട്ടാചാരങ്ങളെ കുറിച്ച് അല്പം പറയാം. ചില ആചാരങ്ങൾ നമ്മൾ സ്വയം ഏറ്റെടുത്ത് അതിൽ നന്മയും തിന്മയും തിരിച്ചറിയാതെ അനാവശ്യമായ ധൂർത്തും മറ്റുമൊക്കെയായി സത്യത്തിൽ നമ്മളെ എത്രമാത്രം വീർപ്പ് മുട്ടിക്കുന്ന ഒരുപാട് മാമൂലുകളും അനാചാരങ്ങളും നാട്ടു നടപ്പുകളും ഒക്കെ ആയിട്ട് ഒരുപാടുണ്ട്. പലപ്പോഴും അത്തരം മേഖലകളിൽ ദഅവത്തിന്റെ ശൂന്യത വലിയ ഒരു എന്താ പറയാ ഒരു വിടവ് ആ വിഷയത്തിൽ ഉണ്ട് എന്നുള്ളത് നഗ്നമായ ഒരു സത്യമാണത്. അന്താരാഷ്ട്ര കാര്യങ്ങളെക്കുറിച്ചും മറ്റൊരുപാട് സാമൂഹിക വിഷയങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് സംസാരിക്കുമ്പോൾ അല്പമെങ്കിലും ഇങ്ങനെ സമൂഹത്തെ ഗ്രസിച്ചു കൊണ്ടിരിക്കുന്ന ചില അനാചാരങ്ങളെക്കുറിച്ച് അർഹരായവർ പ്രതികരിച്ചില്ലെങ്കിൽ എൻ്റെ അനുഭവത്തിലൊരു കാര്യം ഞാൻ പറയാം. സ്വാഭാവികമായിട്ടും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ എൻ്റെ ഒരു സുഹൃത്ത് നാട്ടിൽ വന്നുകൊണ്ട് ഗൾഫിലേക്ക് തന്നെ പോയി. അങ്ങനെ സാധാരണയിൽ ഒരു റീഎൻട്രി കഴിഞ്ഞ ഒരു ചെറുപ്പക്കാരൻ തിരിച്ചങ്ങോട്ട് ചെന്ന് കുറച്ചു കാലം തന്നെ നാട്ടിൽ നിന്ന് പൊറുക്കാൻ തന്നെ കടം വാങ്ങിയത് ബാക്കി വെച്ചിട്ടാണ് അവിടെ പോകുന്നത്. പിന്നെ ചെറിയൊരു ജോലി കിട്ടാൻ വേണ്ടി അവിടുത്തെ ഇക്കാമ പുതുക്കലും തനാസുൽ വാങ്ങലും അതിനു വേണ്ടി കുറെ റിയാലുകളൊക്കെ കടം മേടിച്ച് അത് വീട്ടിൽ തീർക്കാൻ തന്നെ സാധാരണ ശരാശരി ജോലി ചെയ്യുന്ന ഒരാളെ ഒരു പ്രവാസിയെ സംബന്ധിച്ചോളം ഒരു വർഷത്തെ കഠിനാധ്വാനം തന്നെ മതിയാകുമെന്ന് തോന്നുന്നില്ല. അതിൻ്റെ ഇടയിലായിരിക്കും വീട്ടിലേക്കുള്ള ചെലവിനൊക്കെ കയക്കേണ്ട ഒരു ഗതികേട്. ഗതികേട് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് അങ്ങനത്തെ ചെലവുകളല്ല, കൃത്യമായി നമ്മൾ കൊടുക്കേണ്ട നമ്മുടെ മേൽ നിർബന്ധമായിരിക്കുന്ന ചെലവുകളെ കുറിച്ചല്ല. ഇത് വിശേഷം ഞാൻ ഇന്ന് ഒരു ജിദ്ദയിലുള്ള എൻ്റെ സുഹൃത്തിനോട് ഫോൺ ചെയ്ത് സംസാരിച്ചപ്പോൾ വിശേഷങ്ങൾ ചോദിച്ചിട്ട് കുടുങ്ങിപ്പോയി. കാരണം എന്താ, അദ്ദേഹം പറയുകയാണ്, എന്ത് വിശേഷം ഉസ്താദേ, വിശേഷം എന്ന് പറഞ്ഞാൽ എന്താ, വരുമ്പോ ഭാര്യ ഗർഭിണിയാണ്, ഇനിയിപ്പോൾ ആഴ്ച ഓരോ ചെക്കപ്പ് വേണം, ഇഞ്ചക്ഷനും മരുന്നും എല്ലാം ഉണ്ട്, നല്ല ഒരു സംഖ്യ അതിന് വേണ്ടി വേണം. അപ്പോ ഞാനൊരു രസത്തിന് ഇങ്ങനെ ചോദിച്ചു, എന്താ വല്ല അസുഖമായിട്ടുണ്ടോ ഇങ്ങനെ ആഴ്ച ചെക്കപ്പും ഇഞ്ചക്ഷനൊക്കെ ആയിട്ട് എന്തെങ്കിലും? ഏയ് അതൊന്നുമില്ല, എന്നാലും ഒരു ചെക്കപ്പ് നല്ലതല്ലേ, എല്ലാവരും ചെയ്യുന്നതല്ലേ അത്. അപ്പോ കാരണം എന്താ, ഇത് അങ്ങനെയാണ് നമ്മളെ സമൂഹത്തിൽ വിശ്വസിച്ചിരിക്കുന്നത്, അങ്ങനെയാണ്. അടുത്ത മാസം പിന്നെയും വരും. അങ്ങനെ ഒന്ന് സ്കാൻ ചെയ്യണം എന്നാ പറയാ ഗർഭിണികളെ. സ്വാഭാവികമായിട്ട് നമ്മുടെ കുടുംബത്തിലൊക്കെ ഉണ്ടാവും. അതിനെത്ര 10,000 രൂപയോളം വരും ഈ സ്കാൻ ചെയ്യാൻ തന്നെ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാണ് അതൊക്കെ പറയുന്നത്? അങ്ങനത്തെ ഒരു പ്രശ്നമില്ല, എന്നാലും ഇപ്പോൾ ഒരു സ്കാൻ ചെയ്യാതിരുന്ന ഒരു മോശമാണ്, അതൊരു മോശമാണ്. ഇവിടെ നിന്ന് അവസാനിക്കണ്ട ഇതിന്റെ കളി. ഇങ്ങനെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഇവിടെ നിന്ന് ഇത് അവസാനിക്കൂല. വീണ്ടും അവളെ പ്രസവത്തിന് ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് ഒരാഴ്ചയായി, നാളെ ഓപ്പറേഷനാ. ഇത്രയൊക്കെ സ്കാനിങ്ങും ഇഞ്ചക്ഷനൊക്കെ ചെയ്തിട്ട് എന്താ ചെയ്യുന്നത്? ഓപ്പറേഷനാണ്. എന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ അതാ എളുപ്പം, എല്ലാരും അങ്ങനെ ഇപ്പൊ ചെയ്യുന്നത്. ഒരു 25,000 അങ്ങോട്ട് ചെലവാക്കി കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞില്ല. അതിന് പിന്നെ ഇതിങ്ങനെ നോക്കിക്കേണ്ട ആവശ്യമല്ലോ. പിന്നെ പ്രസവം കഴിഞ്ഞ ഉടനെ, ഇതൊക്കെ പ്രവാസിയുടെ വേദനകൾ ഞാൻ പറയാണത്. നമ്മൾ സംസാരിക്കുമ്പോൾ പറഞ്ഞ ഓരോ വാക്കുകൾ. പിന്നെ അതിങ്ങനെ കഴിഞ്ഞാൽ അടുത്ത ആഴ്ച മുടികളച്ചിലാണ്. 2 പോത്തും 2 ആടും, പിന്നെ ഒരുപാട് തുണിയും കുപ്പായങ്ങളും സോപ്പും ചീപ്പും കണ്ണാടിയും എല്ലാം കൂടി പിന്നെ ഒരു 25,000. ഇല്ലെങ്കിലോ ഇതൊന്നും വേണ്ട പോലെ ചെയ്തിട്ടില്ലെങ്കിലോ അതൊക്കെ അഭിമാനത്തിനൊരു പ്രശ്നമല്ലേ, എല്ലാവരും ചെയ്യണല്ലേ.
സുബ്ഹാനല്ലാഹ്, മനസ്സിലായില്ല? ഇതാണ് സത്യത്തിൽ ഒരു ഗൾഫ് കുടുംബത്തിന്റെ അവസ്ഥ. 3-4 വർഷങ്ങൾ എല്ല് മുറിയെ പണിയെടുത്താൽ പോലും നട്ടെല്ല് നിവർത്താൻ പറ്റാത്ത ഒരു കടക്കണിയിൽ അവനെ ചാടിച്ചത് ആരാണ്? ഇതിന് ഉത്തരവാദി? യഥാർത്ഥത്തിൽ അതൊരു സാധാരണ ഗർഭല്ലേ, സാധാരണ പ്രസവമല്ലേ അത്. പക്ഷേ ഭർത്താവ് ഗൾഫിലാണ്, ഒറ്റ കാരണത്തിലാണ് പുതിയ പ്രസവ സമ്പ്രദായം ഉത്ഭവിച്ചത് തന്നെ എന്ന് നമ്മൾ ഇതിനൊന്ന് കണ്ണോടിച്ചാൽ മനസ്സിലാവും. എന്താ ചെയ്യുന്നത്? ഓപ്പറേഷനാണ്. എന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ അതാ എളുപ്പം. എല്ലാരും അങ്ങനെ ഇപ്പൊ ചെയ്യുന്നത്. ഒരു 25,000 അങ്ങോട്ട് ചെലവാക്കി കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞില്ല. അതിന് പിന്നെ ഇതിങ്ങനെ നോക്കിക്കേണ്ട ആവശ്യമല്ലോ. പിന്നെ പ്രസവം കഴിഞ്ഞ ഉടനെ, ഇതൊക്കെ പ്രവാസിയുടെ വേദനകൾ ഞാൻ പറയാണത്. നമ്മൾ സംസാരിക്കുമ്പോൾ പറഞ്ഞ ഓരോ വാക്കുകൾ. പിന്നെ അതിങ്ങനെ കഴിഞ്ഞാൽ അടുത്ത ആഴ്ച മുടി കളച്ചിലാണ്. 2 പോത്തും 2 ആടും, പിന്നെ ഒരുപാട് തുണിയും കുപ്പായങ്ങളും സോപ്പും ചീർപ്പും കണ്ണാടിയും എല്ലാം കൂടി പിന്നെ ഒരു 25,000. ഇല്ലെങ്കിലോ, ഇതൊന്നും വേണ്ട പോലെ ചെയ്തിട്ടില്ലെങ്കിലോ, അതൊക്കെ അഭിമാനത്തിനൊരു പ്രശ്നമല്ലേന്ന് എല്ലാവരും ചെയ്യണല്ലേ. സുബ്ഹാനല്ലാഹ്, മനസ്സിലായില്ല? ഇതാണ് സത്യത്തിൽ ഒരു ഗൾഫ് കുടുംബത്തിന്റെ അവസ്ഥ. 3-4 വർഷങ്ങൾ എല്ല് മുറിയെ പണിയെടുത്താൽ പോലും നട്ടെല്ല് നിവർത്താൻ പറ്റാത്ത ഒരു കടക്കണിയിൽ അവനെ ചാടിച്ചത് ആരാണ്? ഇതിന് ഉത്തരവാദി? യഥാർത്ഥത്തിൽ അതൊരു സാധാരണ ഗർഭല്ലേ, സാധാരണ പ്രസവമല്ലേ അത്. പക്ഷേ ഭർത്താവ് ഗൾഫിലാണ്, ഒറ്റ കാരണത്തിലാണ് പുതിയ പ്രസവ സമ്പ്രദായം ഉത്ഭവിച്ചത് തന്നെ എന്ന് നമ്മൾ ഇതിനൊന്ന് കണ്ണോടിച്ചാൽ മനസ്സിലാവും. പിന്നെ കുറച്ച് ആൾക്കാരെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നിലക്കുള്ള മാതാപിതാക്കളുടെ അല്ലെങ്കിൽ ഭാര്യ വീട്ടുകാരുടെ അഭിമാനമാണ് ആ സ്ത്രീയെ ആശുപത്രിയിൽ എത്തിച്ചത്. വീട്ടിൽ വിരുന്ന് വന്നവർ, അല്ലെങ്കിൽ വെറുതെ സൊറ പറയാൻ അയൽ വീടുകളിൽ നിന്ന് കയറി വരുന്ന കുറച്ച് സ്ത്രീകളുണ്ട്. ഇവര് ഈ ഗർഭിണിയാണെന്നുള്ള ഈ വാർത്ത അറിയും. മോള് ഗർഭിണിയാണല്ലേ, 2 മാസമായി. പിന്നെ അടുത്ത ചോദ്യം വരും, എവിടെയാ കാണിച്ചത്? അതോടെ ഒരു കുറച്ചിലായി. എവിടെയും കാണിച്ചിട്ടില്ലെങ്കിൽ എന്തിന് കൊള്ളും? ഇപ്പോഴത്തെ കാലത്ത് തന്നെ കത്തിയും ഈ ചുണ്ടയുമായിട്ട് ഇരയെങ്ങനെ വിഴുങ്ങാൻ കാത്തിരിക്കുന്ന ഹൈടെക് ആശുപത്രികൾ. ഇത്തരക്കാർക്ക്, ഇത്തരം അഭിമാനികളെ ചൂഷണം ചെയ്യുന്നതിൽ പിന്നെ എന്താ ഇതിലൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഡോക്ടർമാരെയും ആശുപത്രിയും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കാരണം ഇവരൊക്കെ ചൂഷണം ചെയ്യാൻ പറ്റുന്ന കുറച്ച് കോമാളികളൂടെ ഉണ്ട് എന്നുള്ള അവർക്ക് മനസ്സിലാക്കിയിട്ടുണ്ടേ. പിന്നെ ഇങ്ങനെ മാസം 2-3 പ്രാവശ്യം ഇങ്ങനെ ആശുപത്രിയിലേക്കുള്ള ഒരു തീർത്ഥാടനമായിരിക്കും പിന്നെ ഉണ്ടാവുക. കുറച്ച് കഴിയുമ്പോൾ പിന്നെയും അഭിപ്രായങ്ങൾ ഓലിങ്ങനെ വന്നിട്ട് ഇടപെടും. കാരണം ഓൽക്ക് ചെലവൊന്നുമില്ലല്ലോ, ഓൽക്ക് ഇങ്ങനെ അഭിപ്രായം പറഞ്ഞു പോയാൽ മതിയല്ലോ. ഓലിങ്ങനെ പറയും, ഇങ്ങനെ ഗുളിക മാത്രം കഴിച്ചിരുന്നാൽ മതി, ഒരു സ്കാൻ ചെയ്യണ്ടേ? അതിന് ഡോക്ടർ സ്കാനൊന്നും ചെയ്യാൻ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ ആ ഡോക്ടർക്കൊന്നും ഈ കഥ അറിയില്ല. നിങ്ങൾ നല്ല കുറച്ച് സ്റ്റാൻഡേർഡുള്ള ആശുപത്രിയിൽ കൊണ്ടുപോകണ്ടേ? ആ കുഞ്ഞിന് എന്തെങ്കിലും പറ്റിയാലോ? സുബ്ഹാനല്ലാഹ്, ഇതാണ് കേട്ടപ്പോൾ എല്ലാവർക്കും ആത്മാർത്ഥത കണ്ട് ഇളകി പുറപ്പെടും. ശരിയാ, ഈ ആശുപത്രിയൊന്നും പോരട്ടോ, നിലവാരവും പേരും പ്രശസ്തിയുള്ള ഡോക്ടർ തന്നെ കണ്ടിട്ടേ നമുക്കൊന്ന് സമാധാനം കിട്ടണം മനസ്സിന്. അങ്ങനെ പുതിയ ഡോക്ടർക്ക് രോഗം വേഗം പിടികിട്ടും. കാരണം ഗർഭിണീന്റെ രോഗമല്ലത്, അവളെ കൊണ്ടുവന്ന കുടുംബത്തിന്റെ മനോരോഗമാണിത്. അയാളത് നന്നായിട്ട് അങ്ങോട്ട് മുതലെടുക്കും. എല്ലാ ചെക്കപ്പും കഴിഞ്ഞ് മടങ്ങുമ്പോഴേക്ക് താൻ എന്തോ ഒരു വലിയ രോഗത്തിലാണെന്ന് ഗർഭിണിക്കും തോന്നാൻ തുടങ്ങും. അതോടെ ഇല്ലാത്ത അസുഖങ്ങൾ ഉണ്ടായിക്കൊള്ളും. ഇങ്ങനെ ഓരോരോ രോഗങ്ങൾ ഇങ്ങനെ വരും. ഇതിന്റെ മുഴുവൻ സാമ്പത്തിക ഭാരവും പാവം ഗൾഫുകാരന്റെ പിരടിയിലാണ് വന്ന് വീഴുന്നത്. അപ്പോൾ പ്രസവത്തിന്റെ ഒരാഴ്ച മുമ്പ് തന്നെ കാണാം ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യണം. അങ്ങനത്തെ ഒരു ആചാരപ്പുണ്ട്. പ്രസവിക്കുന്നതിന്റെ ഒരാഴ്ച മുമ്പ് തന്നെ അഡ്മിറ്റ് ചെയ്യണം. വലിയ വയറുമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ, നിസ്കാരം പോലും നിസ്കരിക്കാൻ പറ്റാതെ തെരുവിലേക്ക് ഇങ്ങനെ നോക്കി സമയം കൊല്ലുന്ന ഗർഭിണികളൊക്കെ നമ്മളിങ്ങനെ ഈ ടൗണിലെ വലിയ ആശുപത്രികളുടെ അടുക്കലൊക്കെ പോകുമ്പോൾ ആ ആശുപത്രിന്റെ വരാന്തരകളിലേക്ക് നിന്നിട്ട് ഇങ്ങനെ കാറ്റ് മുണങ്ങുന്നുണ്ടാവും. പിന്നെ കുറച്ചും കൂടി ഗൾഫിലെ ഒരു കുടുംബമൊക്കെ കുറച്ചൊക്കെ ഒരു പച്ചപ്പുള്ള കുടുംബമൊക്കെ ആണെങ്കിൽ പരിചാരകരായ സ്ത്രീകളുണ്ടാവും കൂടെ ഗർഭിണിന്റെ. അവർക്ക് നിസ്കാരം ഖുർആനും പാരായണവും നോമ്പ് ഇതൊന്നും ഓൽക്കില്ല. ആശുപത്രി അല്ലേ, അതൊന്നും നടക്കില്ലല്ലോ. അവരിങ്ങനെ പ്രസവത്തിന്റെ ഡേറ്റ് ഇങ്ങനെ കാത്തിരിക്കുക. ജനനത്തിന് ഡോക്ടർ കുറിച്ചു കൊടുത്തൊരു സമയവും ഇങ്ങനെ പ്രതീക്ഷിച്ചിങ്ങനെ ഇരിക്കുക. അവര് ഒരാളുടെ ജനനത്തിന്റെയും മരണത്തിന്റെയും ഒക്കെ സമയം പടച്ച റബ്ബിനല്ലാതെ ആർക്കും അറിയാത്? ഖുർആൻ തന്നെ അത് പറഞ്ഞിട്ടില്ലേ? അപ്പോ
ഇതൊക്കെ ഹദീസും ഖുർആനൊക്കെ പഠിച്ച ആൾക്കാർ തന്നെ, നന്നായി പഠിച്ച ആൾക്കാർ തന്നെ 15-ാം തീയതി കേട്ടോ മോളുടെ പ്രസവം, ഡോക്ടർ ഡേറ്റ് തന്നിട്ടുണ്ട് എന്ന് പറയുന്നത് കേട്ടാൽ നമുക്ക് അത്ഭുതപ്പെട്ടു. ഒരു ഡോക്ടർക്കും ജനന ദിവസം പ്രവചിക്കാനാവൂല, മരണ ദിവസവും അതേപോലെ തന്നെ ആർക്കും പ്രവചിക്കാൻ പറ്റൂല, അതുപോലെ ജനന ദിവസവും. അപ്പൊ ഗർഭിണിയോട് സ്വകാര്യമായി എന്നാണ് കുടി നിന്നത് എന്ന് അവർ ചോദിക്കും, അതായത് ആർത്തവം നിന്നത് എന്നാണെന്ന് ചോദിക്കും. അവിടെ മുതൽ 9 മാസവും ഏതാനും ദിനങ്ങളും കണക്ക് കൂട്ടി ഏറെക്കുറെ ഒരു ദിവസം പറയും. ഇതാണ് മഹാവിവരജ്ഞാനായി വൈബറിയുന്ന മഹാത്മാവായി ഡോക്ടറെ ഇവരിങ്ങനെ വാഴ്ത്താൻ കാരണം. ഗർഭിണിയോട് ആർത്തവവിരാമം ചോദിച്ച് പരിചയസമ്പന്നനായ ഏതൊരു വയറ്റാട്ടിക്ക് പോലും പറയാവുന്ന ഏകദേശ തീയതി മാത്രമാണ് ഈ ഡോക്ടർ പറയുന്നത്. എന്നിട്ടോ പറഞ്ഞ ദിവസം കഴിയുമ്പോൾ ആകെ വെപ്രാളായി, ബേജാറായി, കരച്ചിലായി, അങ്ങനെ ഒച്ചപ്പാടും. ഗർഭിണിക്കാണെങ്കിൽ കടുത്ത ടെൻഷന്, രക്തസമ്മർദ്ദം വന്നു, BP ഹൈപ്പർ BP ആയി. അപ്പോൾ ഏതായാലും ഡോക്ടറുടെ പണി എളുപ്പമായി. ഇനി രക്ഷയില്ല, ഇനി സിസേറിയൻ മാത്രമേ ഉള്ളൂ, ഓപ്പറേഷൻ തന്നെ. പിന്നെ മുന്നും പിന്നൊന്നും നോക്കാതെ ഒരു ആലോചന ഇല്ലാതെ ഉടൻ അവിടെ എന്താക്കുന്നു, ഒപ്പിട്ട് കൊടുക്കാവുന്ന മാനസികാവസ്ഥയിൽ അവരെ ഡോക്ടർ എത്തിച്ചിട്ടുണ്ടാവും. ഇപ്പൊ എങ്ങനെയൊക്കെയാണ് ഒരു പ്രസവം നടക്കുന്നത്? എന്നിട്ട് പ്രസവം കഴിഞ്ഞാൽ 40 ദിവസം അനങ്ങാതെ കിടക്കണം എന്നാണ് പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ ഇടയിൽ കൂടുതലായി കാണുന്ന ഒരു അഖിലിത നിയമമാണിത്. 40 ദിവസം വയറ് നിറച്ച് തിന്ന് കുടിച്ച് വിരസി അവളെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു 20,000 രൂപയും വസ്ത്രങ്ങളും സമ്മാനപ്പൊതികളൊക്കെ നൽകിയിട്ട് ഒരു സ്ത്രീയെ അവിടെ എന്തായിട്ടുണ്ടാവും, അപ്പോയിൻമെന്റ് ചെയ്തിട്ടും ഉണ്ടാവും. ഈ നാട്ടു നിയമം ലംഘിക്കാൻ കടത്തിന്റെ കയത്തിൽ മുങ്ങിപ്പൊങ്ങുന്നവനാണെങ്കിൽ പോലും നിങ്ങൾക്ക് അവകാശമില്ല. ലംഘിച്ചാൽ ആ കുടുംബത്തിന്റെ എല്ലാ ഊഷ്മളതയും അതോടെ അവസാനിക്കും. വാഷിംഗ് മെഷീൻ ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളുള്ള ഒരു വീട്ടിലാണെങ്കിൽ പോലും നോക്കുകൂലി നൽകാൻ വേണ്ടി മാത്രം ഒരാളെ വെച്ചിട്ടുണ്ടാവണം. മാത്രല്ല ഇനി അനുബന്ധമായിട്ടുണ്ടാകുന്ന സന്ദർശനങ്ങളും ഇടപാടുകളും അതേപോലെ തന്നെ സദ്യകളും ഇതൊക്കെ ഇതിനേക്കാളും വലിയ വിനാശകരമായിരിക്കുന്ന ഒരു തേക്കുത്തായി മാറുകയാണ്. ഇതത്രയും എന്തെങ്കിലും പഠിച്ചറിഞ്ഞോ മനസ്സിലാക്കിയോ നന്മ കാംക്ഷിച്ചോ ഒന്നുമല്ല ചെയ്യുന്നത്. ജനങ്ങൾക്ക് വേണ്ടി, അവർക്ക് വേണ്ടി മാത്രം, മനുഷ്യന്മാരെന്തെങ്കിലും പറയാതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മാത്രം ചെയ്യുന്ന ആളുകൾ എന്ത് പറയുമെന്ന് കരുതി മാനം നേടാൻ, ഒരു മാനം നേടലിന്റെ കഥ. എന്താണത്? അപ്പോ ഒരു അക്കീക്ക് ഇറക്കുന്നോടത്ത് പോയപ്പോ അക്കീക്ക് ഇറക്കുന്നുണ്ട്, പിന്നെ 2 പോത്തും ആടും വേണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഞങ്ങളങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് പറഞ്ഞു. അല്ലെങ്കിൽ മാനക്കടാന്ന്. അത് എപ്പോഴാ പരിപാടി? അപ്പൊ പറഞ്ഞു രാവിലെ ഉച്ചക്കും ഉണ്ട് പരിപാടി. രാവിലെ 100 ആളുണ്ടാവും പറഞ്ഞിട്ടുണ്ട്, ഉച്ചക്ക് 200 ആൾ വരുമെന്ന് അവർ വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. സുബ്ഹാന റബ്ബി, അമ്പരന്ന് ഇത് കേട്ടപ്പോ ഒരു അക്കീക്ക് ഇറക്കാൻ ഇത്ര വലിയ പരിപാടിയോ? അപ്പോ പറയണം എന്താ ചെയ്യാ, 200 ആൾ വിളിച്ചു വരുമെന്ന് പറഞ്ഞാൽ പിന്നെ തിന്നാൻ കൊടുക്കണ്ടേറ്റേക്ക് അവറ്റക്ക് വല്ല മാനമുണ്ടോ? ഇതാണ് കാര്യം. അപ്പൊ 2 പോത്തും ആടും വേണമെന്ന് വിളിച്ചു പറഞ്ഞ ഭർത്തൃ വീട്ടുകാരെ എന്താക്കി, ഭർത്തൃ വീട്ടുകാരെ കുടുക്കിയപ്പോ 2 പ്രാവശ്യമായിട്ട് 300 ആള് വരുമെന്ന് വിളിച്ചു പറഞ്ഞ് അവര് തിരിച്ച് കഴിയാവുന്ന പാര ഇങ്ങോട്ട് വെച്ചു. ഇപ്പൊ മനസ്സിലായില്ലേ? 2 കൂട്ടർക്കും നല്ല മാനമുണ്ട്, 2 കൂട്ടരും ചെയ്യുന്നത് വലിയ പുണ്യമാണ്. വായിലിട്ട് ചവച്ചിറക്കുന്നത് ഹലാലോ എന്ന് പോലും ചിന്തിക്കാൻ മാനബോധത്തിനിടയിൽ സമയം കിട്ടാത്ത ഒരു കൗമാണ് നമ്മുടെ ഇടയിൽ വസിക്കുന്നത്. അപ്പോൾ ഒരു അക്കീക്ക അറുക്കൽ ചടങ്ങ് ആ ബന്ധം തന്നെ തകർത്തതും വർഷങ്ങൾ കഴിഞ്ഞിട്ടും തീരാത്ത വഴക്കും പിണക്കവും പകയും സൃഷ്ടിച്ചതും നമ്മുടെ അനുഭവത്തിൽ ഒരുപാടുണ്ട്. മുടികളച്ചിൽ ദിവസം കൊണ്ടുവന്ന സമ്മാനങ്ങളും, അതിന് പല പേരുണ്ട്. സമ്മാനം എന്നാണ് പൊതുവെ മലബാറിലൊക്കെ പറയുക. അതേപോലെ പണവും ഇതൊക്കെ വിതരണം ചെയ്യുന്നതിലെ അഭിമാന പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ തർക്കവുമാണ് കുഴപ്പമായത്. അപ്പുറത്തും ഇപ്പുറത്തുള്ള 2 അമ്മായിമാരുടെ മൂർച്ചയുള്ള നാക്കുകൾ ഇങ്ങോട്ട് കൂട്ടിമുട്ടിയാലേ അവിടെ തകരുന്നത് 2 കുടുംബങ്ങൾ തമ്മിലുള്ള ഒരു നല്ല സ്നേഹബന്ധമായിരിക്കും. ഇത്തരം സംഭവങ്ങളിലും സന്ദർഭങ്ങളിലും പലപ്പോഴും കുടുംബനാഥന്മാര്, ബുദ്ധിയും തന്റേടവും ഉണ്ടാകേണ്ട പുരുഷന്മാര് നോക്കുകുത്തികളാകുകയോ അല്ലെങ്കിൽ സ്ത്രീകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊടുക്കുകയോ ചെയ്യേണ്ടി വരുന്നൊരവസ്ഥ വളരെ ഖേദകരമല്ലേ? അപൂർവം ചില മഹല്ലുകളിൽ ബുദ്ധിമാന്മാരായ പണ്ഡിതന്മാര് ഇതിനെതിരെയുള്ള മാർഗ ഉപദേശങ്ങളൊക്കെ നൽകുകയും അനാവശ്യ മാമൂലുകൾക്ക് കടിഞ്ഞാണിടുകയും ചെയ്യുന്നു എന്നതൊഴിച്ചാൽ ഈ മേഖലയിലെ പ്രബോധനത്തിന്റെ മേഖല വട്ടപൂജ്യമാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അപ്പൊ നമ്മൾക്ക് ഒരു ചോദ്യം വരും, ഇതൊക്കെ വേണ്ടെന്നല്ലേ? ഇതിനൊക്കെ നമ്മളങ്ങനെ എതിർക്കാൻ പറ്റുമോ? രോഗചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചികിത്സ എന്താ, ഗർഭിണിയെ ഡോക്ടറെ കാണിക്കണം, രോഗമുണ്ടെങ്കിൽ മാത്രമേ കാണിക്കേണ്ട ആവശ്യമുള്ളൂ.
ഗർഭം എന്ന് പറയുന്നത് രോഗമല്ലല്ലോ. കോടാനുകോടി മനുഷ്യർ, ഈ ഉമ്മമാരും ഉപ്പമാരും അമ്മായിമാരും ഉൾപ്പെടെ ഭൂമിയിൽ പിറന്നു വീണത് കത്തി കൊണ്ട് ചുരണ്ടിയെടുത്തിട്ടൊന്നുമല്ലല്ലോ. 1000-1 പോലും സിസേറിയൻ കേസുകൾ ഉണ്ടാകാറില്ല. അപ്പോൾ ഇതത്രയും ദുർവ്യയങ്ങളും ഇസ്രാഫും മാത്രമല്ലേ ഇത്. കുട്ടിയുടെ മുടികളയിലും അക്കീക്ക അറുക്കലൊക്കെ സുന്നത്ത് തന്നെയാണ്, സുന്നത്ത് മാത്രം. അത് തന്നെയും തൻ്റെ കഴിവിനനുസരിച്ച്. ആൺകുട്ടിയാണെങ്കിൽ 2 ആടുകൾ, പെൺകുട്ടിയാണെങ്കിൽ 1 ആട്, ഇല്ലെങ്കിൽ 1 മാട്, കാളയോ മറ്റോ എന്തൊക്കെ ആകാം. ഈ ഒന്ന് തന്നെയും കടം വാങ്ങി ഇറക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ.